കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി BDJS സ്ഥാനാർത്ഥി. BDJS സംസ്ഥാന കൗൺസിലിന്റേതാണ് തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ശേഷിക്കുന്ന ഇടുക്കി സീറ്റിലെ സ്ഥാനാർത്ഥിയെയും ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനിൽ മുണ്ടപ്പള്ളി അടക്കം 3 പേരാണ് പരിഗണനയിൽ. അല്പസമയത്തിനകം BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇനിയുള്ളത് 2 സീറ്റാണ്. അതിൽ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നുള്ള തീരുമാനമാണ്. അതിൽ സംസ്ഥാന കൗൺസിലിന്റെ ഒരു തീരുമാനം അല്പസമയം മുമ്പ് വന്നു. എന്തായാലും വാർത്താ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. 2 സീറ്റ്, ഇടുക്കി, കോട്ടയം, ഈ 2 സീറ്റുകളിലാണ് വലിയൊരു ആശങ്ക നിലനിന്നിരുന്നത്. ഇടുക്കി സീറ്റിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പല പേരുകളും സജീവ പരിഗണനയിലുണ്ട്. എന്തായാലും ആരായിരിക്കും ആ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ കെ സുരേന്ദ്രൻ അത് പത്തനംതിട്ടയിൽ വെച്ച് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം കൂടി വന്നത്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ താഴെത്തട്ടിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു.